നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ക്രൂശിന്റെ വചനം എന്നുള്ള 4 ഭാഗങ്ങളിൽ നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് 5-ാമത്തെ ഭാഗത്തിൽ നിന്നാണ്. 5-ാമത്തെ ഭാഗത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കൽപ്പനകൾ ലംഘിക്കുന്ന ഇടയന്മാർ എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. അത് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുവാനായിട്ട് പോകുന്നത് എസെക്കിയേലിന്റെ പുസ്തകം 34-ാം അധ്യായം 4-ാം വാക്യത്തിൽ നിന്നാണ്. നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിന് മുറിവ് കെട്ടുകയോ ചിതറിപ്പോയതിനെ തിരിച്ച് വരുത്തുകയോ കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിച്ചിരിക്കുന്നു. ഇടയനില്ലായ്ക കൊണ്ട് അവ ചിതറിപ്പോയിട്ട് അവ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായി തീർന്നു എന്ന് അവിടെ കാണുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നു 6-ാമത്തെ വാക്യത്തിൽ, എന്റെ ആടുകൾ എല്ലാ മലകളിലും ഉയരമുള്ള എല്ലാ കുന്നുകളിന്മേലും ഉഴന്നു നടന്നു. ഭൂതലത്തിലൊക്കെയും എന്റെ ആടുകൾ ചിതറിപ്പോയി. ആരും അവയെ തിരയുകയോ അന്വേഷിക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് ഇടയന്മാരെ യഹോവയുടെ വചനം കേൾപ്പീൻ എന്ന് അവിടെ കാണുന്നു. ആ ഭാഗം നമ്മൾ മുഴുവൻ വായിക്കുമ്പോൾ ഇടയന്മാരുടെ തെറ്റായ വചന രീതിയിൽ അല്ലെങ്കിൽ തെറ്റായ പഠിപ്പീര് കൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ വന്നപ്പോൾ ആടുകൾ ചിതറിപ്പോയെന്നും അവയെ ചികിത്സിക്കുവാൻ കഴിയാതെയും അവയുടെ മുറിവുകൾ കെട്ടാതെയും ഇരിക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് എസെക്കിയേൽ പ്രവാചകൻ തന്റെ ദർശനം കാണുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇന്നത്തെ ഇടയന്മാരെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. കൽപ്പനകൾ അനുസരിക്കുന്ന ഏതെങ്കിലും ഇടയന്മാർ ഇന്ന് ഈ ഭൂലോകത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ സൂക്ഷിച്ചു നോക്കേണ്ട ഒന്ന് തന്നെയാണ്. ഒരാൾ പോലും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു ഇടയനുണ്ടോ? നമ്മൾ കത്തോലിക്ക മുതൽ ബന്ധിക്കോസ് വരെയുള്ള സഭകളിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ പ്രധാനമായും ആരും കൽപ്പനകൾ അനുസരിക്കുന്നില്ല. കുറെ പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്ന എഴുത്തുകളും അതുപോലെ തന്നെ ചില പഠനങ്ങളും മാത്രം പഠിച്ചുകൊണ്ട് ചില പാരമ്പര്യ വിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം, അതായത് കത്തോലിക്ക മുതൽ ബന്ധിക്കോസ് വരെയുള്ള സമൂഹം അങ്ങനെ തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് വിശദമായിട്ട് പഠിക്കുമ്പോൾ അവരെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു. മോശ തന്റെ 10 കൽപ്പനകൾ എഴുതുമ്പോൾ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം അത് തന്നെ അവരോട് തെറ്റിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. അപ്പൊ ഇന്നത്തെ ഇടയന്മാരുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ 2ഉം 3ഉം ദൈവങ്ങളും അതുകൂടാതെ തന്നെ കുറേയധികം വിശുദ്ധന്മാരും വിശുദ്ധകളെയും ആരാധിക്കുന്ന ഒരു പഠനമാണ് കത്തോലിക്ക മുതൽ ഓർത്തഡോക്സ് സഭകൾ വരെയും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു തൃത്വം എന്ന് പറയുന്ന ഒരു സംഗതി കൂടി അതിനകത്ത് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തൃത്വമാണോ ദൈവവചനം പഠിപ്പിക്കുന്ന ദൈവം? ദൈവവചനത്തിൽ ഒരിക്കലും ഒരു തൃത്വം എന്ന് പറയുന്ന ഒരു വാക്കോ ത്രിയേകം എന്ന് പറയുന്ന വാക്കോ ഇല്ല. മോശ ഒരിക്കലും അങ്ങനെ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. മോശയുടെ ദൈവം ഏകനാണ് എന്ന് ഞാൻ പല അവസരങ്ങളിലും നിങ്ങളോട് വിശദീകരിച്ചിരുന്നു. ഇനിയും അത് തന്നെ വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എത്രയധികം പറഞ്ഞു പോലും ആർക്കും ഇതൊന്നും മനസ്സിലാകുന്നുമില്ല, തലയിൽ കയറുന്നതുമില്ല. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ 6-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. അപ്പൊ അവിടെ യഹോവ എന്നുള്ള പേര് കളയുവാൻ വേണ്ടി ചില ആൾക്കാർ അവിടെ ശ്രമിക്കുന്നുണ്ട്. അത് നമുക്കറിയാവുന്ന ആളാണ്. ക്രൂരൻ എന്നൊക്കെ പറയുന്ന വ്യക്തിത്വങ്ങളെയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിരുന്നു. അദ്ദേഹത്തിനുള്ള മറുപടി നമുക്ക് പിന്നെ വരുംകാലം നമുക്ക് സംസാരിക്കാം അതിനെക്കുറിച്ച്. ഇസ്രായേൽ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. അപ്പൊ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഏക ദൈവമാണ്. അപ്പോൾ ഇന്നത്തെ ഇടയന്മാർ ഫോക്കസ് ചെയ്യുന്നത് തൃത്വം എന്ന ദൈവത്തെയും ത്രിയേകം എന്ന ദൈവത്തെയുമാണ് അവർ സ്തുതിക്കുന്നത്. ത്രിയേക സ്തുതികൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രത്യേക സ്തുതികളും
അവരുടെ ആരാധനാലയങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെ, പിതാവിനൊരു സ്തുതി, പുത്രനൊരു സ്തുതി, പരിശുദ്ധാത്മാവിന് വേറൊരു സ്തുതി. അങ്ങനെ 3 സ്തുതികളാണ്, അതായത് 3 ദൈവങ്ങൾ അല്ലെങ്കിൽ 3 വ്യക്തികൾ അടങ്ങുന്ന ഒരു ദൈവം. അങ്ങനെ ഒരു ദൈവത്തെ കുറിച്ച് ഇസ്രായേലിനോ മോശയ്ക്കോ അറിയത്തില്ല. പിന്നെ എങ്ങനെ ഇവർ അറിയുന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഇസ്രായേലിൽ തന്നെ അവരുടെ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. ഷെമാ ഇസ്രായേൽ, ഏൽ യഹോവ എലോഹേനു, യഹോവ യഹാദ് എന്നാണ് അവരതിനെ കുറിച്ച് പറയുന്നത്. അതിന്റെ അർത്ഥം യഹോവ ഏകനത് തന്നെയാണ് ഇസ്രായേൽ ജനം വിശ്വസിക്കുകയും അങ്ങനെ തന്നെ അവർ പ്രാർത്ഥിക്കുകയും അവരുടെ ആരാധനകളിലും തോറകളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പിന്നെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വർഗത്തിന് എങ്ങനെ തൃത്വമുണ്ടായി? 3 ദൈവങ്ങൾ ഉണ്ടായി. അന്നുവരെയും അവർ വിശ്വസിച്ചു കൊണ്ടിരുന്ന യഹോവ ഏകനാണ്, ഒരാളെ ഉള്ളൂ എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസും പറയുന്നു, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടും ഇവരെല്ലാം എന്ത് ചെയ്യുന്നു? 3 ദൈവങ്ങളുള്ള 3 വ്യക്തികളുള്ള ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു. ആദ്യത്തെ കൽപ്പന ലംഘനം നടത്തുന്ന ഒരു വലിയ തെറ്റ് അവരിൽ കാണുന്നു. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും ഇതിനെ മറയ്ക്കുവാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു പരിപാടി എന്താന്ന് ചോദിച്ചാൽ നിക്യാ വിശ്വാസത്തെ കൂട്ടുപിടിക്കുകയാണ്. AD 325 നിക്യാ സിനോദോസ് എടുത്ത തീരുമാനത്തിൽ നിന്നും ഉടലെടുത്ത അല്ലെങ്കിൽ ജനിച്ച ഒരു പ്രമാണമാണ് നിക്യാ വിശ്വാസ പ്രമാണം. അത് എങ്ങനെ വായിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബൈബിളിലെ കുറെ വാക്യങ്ങൾ എടുത്തുകൊണ്ട് അതിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? ശോഭ കൂട്ടി നല്ല വിശ്വാസമാക്കി അവര് എടുത്തു വച്ച് അതിനെ വായിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി ആ ഭാഗം വായിക്കാം. സർവശക്തനായ പിതാവും ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും ഉടയവനായ സകലത്തിന്റെയും സൃഷ്ടാവായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ അവിടെ ഒരു ഭാഗം വിശ്വാസ പ്രമാണത്തിൽ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു. അന്ന് എഴുതിയിരുന്ന ആരോ എഴുതിയതാണ് ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന്. അവിടുന്ന് എഴുതിയിരിക്കുകയാണ്, പിന്നീട് എഴുതിയിരിക്കുകയാണ് പിതാവിന്റെ ഏക പുത്രനുമുണ്ട്, ദൈവത്തിന്റെ സത്തയുള്ളവനും ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും. അപ്പൊ ദൈവത്തിൽ നിന്നൊരു ദൈവം ഉണ്ടെന്നും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവുമുണ്ട്. അപ്പൊ എത്ര ദൈവം അവിടെ ഉണ്ടായി എന്ന് നമ്മൾ കണക്കിടുമ്പോൾ തന്നെ 2ഉം 3ഉം ദൈവങ്ങളുടെ പ്രതിച്ഛായ നിക്യ എന്ന വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നു. അവിടെ തന്നെ ഇടയന്മാർ കൽപ്പനകൾ തെറ്റിക്കുന്ന അവസ്ഥയാണ്. ഇത് വായിക്കുമ്പോൾ തന്നെ ഏകദൈവം എന്ന് പറഞ്ഞിട്ട് ഏകദൈവത്തിനകത്ത് 3 പേരുണ്ട്. ഇസ്രായേൽ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. യഹോവയായ ദൈവം പറയുന്നു, എന്നിൽ മറ്റൊരുത്തനില്ല എന്ന് യെശയ്യാവിൽ കൂടി പ്രവചന ദൂത് നൽകുമ്പോൾ തന്നെയും എന്താണ്, അങ്ങനെ ഒരു കാര്യം ഇവിടെ പറയുന്നില്ല എന്നുള്ളതാണ് സത്യം. നിക്യായിലേക്ക് വരുമ്പോൾ അവിടെ തന്നെ വായിക്കുമ്പോൾ തന്നെ അനേകം ദൈവങ്ങളുടെ ഒരു സ്തുതി അവിടെ ഉണ്ടാകുകയാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞതിൽ നിന്നും ദൈവത്തിന് ഒരു മറഞ്ഞിരിക്കുന്ന ആത്മാവായ രൂപമുണ്ട്. ആ രൂപത്തെയാണ് പിതാവ് എന്ന് പറയുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അവൻ ഏക സത്യദൈവം എന്നാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ഏക സത്യദൈവം എന്നാണ് പറയുന്നത്. 2 സത്യദൈവങ്ങളില്ല. അപ്പൊ നിക്യായിൽ എന്ത് ചെയ്തിരിക്കുന്നു? വലിയ തെറ്റുകളും പിഴവുകളും വരുത്തി വെച്ചിരിക്കുന്ന ആ പ്രമാണം എടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന കത്തോലിക്ക മുതൽ ബെന്തിക്കോസ് വരെയുള്ള സഭകൾ അതെടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ കത്തോലിക്കയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓർത്തഡോക്സിനെ സംബന്ധിച്ചിടത്തോളം മർത്തോമയെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? വിശ്വാസം അവരെഴുതപ്പെട്ട വിശ്വാസമാണ്. പക്ഷെ ബെന്തിക്കോസുകാർക്ക് ഇത് എപ്പോഴുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യങ്ങളുടെ ഒരു കൂമ്പാരം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് അവർ ഈ നിക്യ എടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് അവർക്ക് നിക്യ വിശ്വാസം എന്നൊരു സംഗതി അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിക്യ വിശ്വാസമൊക്കെ തിരുത്തി. ഞാൻ പുതിയ നിക്യയുടെ പുതിയ ഇതിനെ കുറിച്ച് കണ്ടപ്പോൾ അതിനകത്ത് തൃത്വം ചേർത്തിട്ടുണ്ട്, ത്രിയേകം ചേർത്തിട്ടുണ്ട്. അതായത് 3 പേർ അടങ്ങിയ ദൈവം എന്നുള്ള സംഹിതയിലേക്ക് അത് മാറ്റപ്പെട്ടതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ തന്നെ ഇടയന്മാർ തങ്ങളുടെ കൽപ്പനകൾ എന്ത് ചെയ്യുന്നു? തെറ്റിക്കുന്നു എന്നുള്ളതാണ്
അപ്പോൾ ഈ ജനങ്ങളെ എല്ലാം എന്ത് ചെയ്യുന്നില്ല, ജനങ്ങളുടെ ഒന്നും മുറിവുകൾ കെട്ടുവാൻ ഇപ്പോഴത്തെ ഇടയന്മാർക്ക് കഴിയുന്നില്ല. ആദ്യ കൽപ്പന തന്നെ അല്ലെ, ഏക ദൈവമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും അതിനെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ഇടയന്മാരുള്ളപ്പോൾ എങ്ങനെയാണ് ഒരു കൂട്ടം ജനം നരകത്തിലേക്ക് പോകാതെയിരിക്കും? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാസ്തവം തന്നെയാണ്. എഫെസ്യർ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ അവരെ 3 പേരാക്കിയ സ്ഥലങ്ങളെ കുറിച്ചാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് പഠിക്കാൻ കഴിയും. എല്ലാവർക്കും മീതെ ഉള്ളവനും. അപ്പൊ എല്ലാവർക്കും മീതെ ഉള്ളത് പിതാവാണ്. എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവൻ ആരാണ്? യേശുക്രിസ്തുവാണ്. എല്ലാവരിലും ഇരിക്കുന്നവൻ ആരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പൊ 3 പേരാണ് എന്ന് മൂവരെന്ന് അവിടെ പറയേണ്ടതായിരുന്നു. പക്ഷെ മൂവർ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ലാതെ പിന്നീട് എങ്ങനെ അവിടെ മൂവർ എന്നൊരു പദമില്ലാതെ എങ്ങനെയാണ് മൂവർ വന്നത്? ഏക ദൈവം എന്ന് പറയുമ്പോൾ, അതായത് പിതാവുമായവൻ ഒരുവനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂവർ എന്ന് പറഞ്ഞതിനുമായിരുന്നു മൂവർ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കത്തോളം കാലം ആദ്യ കൽപ്പന ലംഘിച്ചു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യം കത്തോലിക്ക മുതൽ പെന്തിക്കോസ് വരെയുള്ള എല്ലാ സഭകളും അതിനെ ലംഘിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ. അപ്പോ ഇവിടെ എഴുതിയിരിക്കുകയാണ്, എന്താണ്, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്നാണ്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ എന്ന് അവിടെ കണ്ടിട്ടും അതിനെ 3 ആക്കാൻ ശ്രമിക്കുന്ന ആദ്യ കൽപ്പന ലംഘനം നടത്തിയ സഭയിലെ ഇടയന്മാർ. അപ്പോൾ തന്റെ ആടുകളെ എങ്ങോട്ട് കൊണ്ടുപോവുകയാണ്? നരകത്തിലേക്കുള്ള വാതിൽ അവർ തന്നെ തുറന്നിട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കർത്താവ് യേശു ക്രിസ്തു ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്, ഏക കർത്താവേ ഉള്ളൂ അല്ലെ. ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും നമ്മൾ വായിക്കുന്നത് മർക്കൂസിന്റെ ലേഖനത്തിലാണ് അത് വായിക്കുന്നത്. മർക്കൂസിന്റെ ലേഖനം 12-ാം അധ്യായത്തിലാണ് അത് നമ്മൾ വായിക്കുന്നതായിട്ട് അതിനെപ്പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മുഖ്യ കൽപ്പന എന്നവിടെ പറയുന്നുണ്ട്. മുഖ്യ കൽപ്പന എന്ന് പറഞ്ഞാൽ ആദ്യ കൽപ്പന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കൽപ്പന ലംഘിക്കുന്ന ഇടയന്മാർ. ശ്രദ്ധിക്കണം, അവിടെ മുഖ്യ കൽപ്പന എന്ന് കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. നമുക്ക് കാണാൻ കഴിയുന്നു മർക്കോസിന്റെ ലേഖനം 12-ാം അധ്യായം 28-ാമത്തെ വാക്യം. ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലെ കേൾക്ക, ദൈവമായ കർത്താവ് ഏക കർത്താവ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യേശു കർത്താവിനെ ഭൂമിയിൽ ഇരുന്നപ്പോൾ എല്ലാവരും എന്താണ് വിളിച്ചത്? കർത്താവേ എന്നാണ് വിളിച്ചത്. അപ്പം യഹോവയായ കർത്താവ് എന്നും നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ കർത്തൃത്വം നടത്തുന്നതിനെയാണ്, ദൈവം കർത്തൃത്വം നടത്തുന്നതിനെയാണ് കർത്താവ് എന്ന വാക്ക് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഒറ്റ കർത്താവേ ഉള്ളൂ എന്നാണ് യേശു കർത്താവും പറഞ്ഞു വെക്കുന്നത്. താൻ കർത്താവാണ് എന്ന് അവിടെ പറയുന്നില്ല. അതിന്റെ കാരണം എന്താണ്? ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. അപ്പോൾ ദൈവം മനുഷ്യനായി തീർന്നതാണ് യേശുക്രിസ്തു എന്നുള്ള കാര്യം അവിടെ 30-ാമത്തെ വാക്യത്തിൽ എഴുതിക്കണം, നിന്റെ ദൈവമായ കർത്താവിനെ. ഓർ ശ്രദ്ധിക്കണം, അതിന് മുമ്പത്തെ കൽപ്പനയെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏക കർത്താവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മൂവരാണെന്നല്ല മനസ്സിലാക്കേണ്ടത്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ കൽപ്പന ലംഘനം. മൂവർ എന്നുള്ള വാക്ക് അല്ല അവിടെ നമ്മൾ പറയേണ്ട ഒരു വലിയൊരു കാര്യം. മൂവർ എന്നല്ല പറയേണ്ടത്, ഏക കർത്താവ് എന്നാണ്.
നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നാകുന്നു. അപ്പൊ ഒരേ ഒരു കർത്താവിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത്? ആ കൽപ്പനയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഏക കർത്താവേ ഉള്ളൂ. ആ ഏക കർത്താവിനെ എന്ത് ചെയ്യണം? ഏക ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവിനോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നാകുന്നു. അപ്പോ ഇന്നത്തെ ഇടയന്മാർ പഠിപ്പിച്ചു വരുന്നത് 3 പേരുണ്ട്. ആ 3 പേരെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവിനോടും പൂർണ്ണ മനസ്സിനോടും എന്ത് ചെയ്യണം? സ്നേഹിക്കണമെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. വളരെ തെറ്റായ ഒരു പഠനം അല്ലേ? പുറപ്പാട് മുതൽ നമ്മൾ പഠിക്കുമ്പോൾ പുറപ്പാട് 20-ാം അധ്യായം 1-ാം വാക്യത്തിൽ എന്താ? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകാൻ പാടില്ല, കാരണം ഞാൻ ഏകനാണ് എന്ന് മോശയെ കൊണ്ട് പറയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ കൽപ്പന ലംഘിക്കാൻ പറ്റുകയില്ല. ആ കൽപ്പന ഒരിക്കലും ലംഘിക്കാൻ പറ്റുകയില്ല. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ തന്നെയും ആ കൽപ്പനയ്ക്ക് മാറ്റമില്ല. ഇന്നത്തെ തൃത്വ സ്നേഹിതന്മാർ പഠിപ്പിക്കുന്ന എന്താണ്? യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ 3 പേരുണ്ട്, അതിനു മുമ്പ് 3 പേരില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു വിഭാഗക്കാരും ഉണ്ട്. അപ്പൊ 3 പേർ അവിടെ ഉണ്ടോ? ഒരിക്കലുമില്ല. കർത്താവായ യേശു ക്രിസ്തുവും അത് പറയുന്നത് എന്താണ്? ഏക കർത്താവേ ഉള്ളൂ എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇവിടുത്തെ തൃത്വ സ്നേഹിതർ 3 പേരുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ്. യേശു ക്രിസ്തു രണ്ടാമനാണെന്നും പരിശുദ്ധാത്മാവ് മൂന്നാമനാണെന്നും പിതാവായ ദൈവം ഒന്നാമനാണെന്നും അങ്ങനെ 3 തരത്തിലാണ് ഇവരെ പഠിപ്പിക്കുന്നത്. 3 വ്യക്തികൾ ദൈവത്തിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ദൈവത്തിന് പോലും അറിയത്തില്ലാത്ത സംഗീത. കാരണം ഏകൻ എന്ന് പറയുമ്പോൾ അവൻ മാത്രമേ ഉള്ളൂ. ഏകനായി നിന്ന് മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിന് മറ്റൊരാളുടെ ആവശ്യമില്ല. അവൻ ഏകനായി വന്ന് അത്ഭുതങ്ങൾ ചെയ്ത് കിടന്നു പോകാൻ സാധിക്കുമെന്നറിയാവുന്നത് കൊണ്ടാണ് ദാവീദിനെ കൊണ്ട് ദൈവം പണ്ടേ അത് എഴുതി വെച്ചിരിക്കുന്നതിന്റെ പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. അത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. പിന്നെ നമ്മൾ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ എന്താണ് അവരുടെ പുസ്തകങ്ങളിൽ തൃത്വസ്തുതി? 3 പേർക്കാണ് ഒരു സ്തുതി നടത്തുന്നത് അല്ലെ? അവിടെ നമ്മൾ വീണ്ടും മുന്നോട്ട് വായിക്കുമ്പോ അവിടെ എഴുതിയിരിക്കുകയാണ്, ശാസ്ത്രി അവനോട് ഗുരു നീ പറഞ്ഞ സത്യം തന്നെ, ഏകനേ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്ന സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെയും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യേശാവിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെ ഇവിടെ വീണ്ടും എഴുതിയിരിക്കുകയാണ്. അവനല്ലാതെ മറ്റൊരുത്തനില്ല. അത് അവർക്കറിയാം. കാരണം അവരുടെ മോശ, അവരുടെ പ്രധാന പ്രവാചകൻ, പ്രധാന അപ്പോസ്തലനായ മോശ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തെ കേൾക്ക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഏകനാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ ഗുരു നീ പറഞ്ഞത് സത്യമാണ്. ശാസ്ത്രി പറയുകയാണ്, അവിടുത്തെ ശാസ്ത്രീയനാണ്, താർക്കികനാണ്. അയാൾ പറയുകയാണ്, നല്ല ഗുരു നീ പറഞ്ഞ സത്യമാണ്, ഏകനേ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തനില്ല. അപ്പോ മറ്റൊരാൾ ഇല്ല എന്ന് പറയുമ്പോൾ മറ്റൊരുത്തൻ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അല്ലേ? മറ്റൊരാളെ നമുക്ക് അതിനകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നില്ല അല്ലേ? അപ്പോ ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8:23 പറയുകയാണ്, അവനവരോട് നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ, നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്ന് ഉള്ളവനെ അല്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ലോകത്തു നിന്നുള്ളവനാണ് അല്ലെ? ഞാൻ എവിടെ നിന്നുള്ളതാണ്? മേലിൽ നിന്നുള്ളവൻ എന്നാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെയാണ് അത് കുറിക്കുന്നത്. അപ്പോ അതിന്റെ 8-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കുമെന്നോ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്നാണ് വളരെ വ്യക്തമായിട്ട് അവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ ഇടയന്മാർ എന്ത് ചെയ്യുന്നു? അതിനെ മറച്ചു വെച്ചിട്ട് 3 പേരാണെന്ന്
വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അവിടെ, അല്ലെ, 3 പേരാണെന്ന്. അല്ലെ, ഞാന് മറ്റൊരു വേർഷനിൽ അതിനെ കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്, 8:24 ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, ഞാനാകുന്നവൻ തന്നെ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് പ്രിയ സഹോദരങ്ങളെ? എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഇടയന്മാർ നമ്മളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇത്രയും നാളും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സത്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കത്തോലിക്ക മുതൽ ബെന്തിക്കൂസ് വരെയുള്ള സകല സഭകളും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ജഡത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യനായി വന്ന, ദൈവം മനുഷ്യനായി പുത്രനായി ഈ ഭൂമിയിലേക്ക് വന്ന അവസ്ഥയെ അവർ എന്ത് ചെയ്തു? ദൈവത്തിന്റെ പുത്രനെന്നും രണ്ടാമത്തെ വ്യക്തിത്വവുമാക്കി മാറ്റി തീർത്തു എന്നുള്ളതാണ്. അല്ലെ, ഞാൻ അവിടെ ആ വേർഷനിൽ വായിച്ചത് എങ്ങനെയാണ്? ഒന്നുകൂടി ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി വായിക്കാം. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, ഞാനാകുന്നവൻ തന്നെ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അല്ലെ, നമ്മള് മോശയെ കുറിച്ച് പഠിക്കുമ്പോൾ മോശയ്ക്ക് മുൾപ്പടർപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ വാക്ക് ഉപയോഗിച്ചിരുന്നു, നിന്റെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞു. അല്ലെ, ഞാനാകുന്നു എന്റെ മനുഷ്യനായി നിങ്ങൾ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുമ്പോൾ, നിങ്ങൾ എന്നെ കേൾക്കുന്ന ക്രിസ്ത്യൻ സമൂഹങ്ങളെ, ക്രിസ്ത്യാനികളെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ തെറ്റല്ലേ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്? തൃത്വത്തിലെ രണ്ടാമൻ വന്നാണ് നിങ്ങളെ വിടുവിച്ചെന്ന് പറയുമ്പോൾ, ഞാനാകുന്നവൻ എന്നിവിടെ പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെയും പറയുകയാണ് നിങ്ങളെ രണ്ടാമനാണ് വിടുവിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൽപ്പന ലംഘിച്ചില്ലേ? നിങ്ങളെ ഇടയന്മാരെല്ലാം നിങ്ങളെ കൽപ്പനകൾ ലംഘിച്ചില്ലയോ എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒരുപാട് പറയുവാനുണ്ട് കൽപ്പന ലംഘനത്തെ കുറിച്ച്. ആദ്യത്തെ കൽപ്പന ലംഘനം തന്നെ അവിടെ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം 3 പറയുമ്പോൾ തന്നെ അവിടുത്തെ ആദ്യത്തെ കൽപ്പന ലംഘനം. ആ ദൈവത്തെ ആരാധിക്കുന്നു 3 ദൈവമായിട്ട്. ഏക ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ. അല്ലെ, അങ്ങനെയാണ് മർക്കോസിന്റെ ലേഖനത്തിൽ നമ്മള് വായിച്ചത്, 12-ാം അധ്യായത്തിൽ നമ്മള് വായിച്ചത് മുഖ്യ കൽപ്പന നമ്മൾ വായിച്ചു. എന്താണ് 30-ാമത്തെ വാക്യം? 12:30 നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നാകുന്നു. അപ്പൊ 3 പേരെ സ്നേഹിക്കണമെന്നാണോ പറഞ്ഞത് എന്ന് നിങ്ങളെ ഇടയന്മാർ പറ്റിച്ചിരിക്കുന്നു. 3 പേരെ ആരാധിക്കണം. ആദ്യത്തെ കൽപ്പന ലംഘനം അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് എങ്ങനെ മുറിവ് കെട്ടാൻ കഴിയും? അവർക്ക് ആദ്യത്തെ കൽപ്പന ലംഘിക്കുന്നവനല്ലേ എന്റെ കൽപ്പന അനുസരിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇടയന്മാർ എന്ത് ചെയ്യണം? കൽപ്പന അനുസരിക്കണം. കൽപ്പന അനുസരിക്കാത്തവനൊന്നും ദൈവത്തിന്റെ ഇടയനല്ല. ഇടയൻ എന്ന പേരിന് പോലും അവൻ യോഗ്യനല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ദൈവത്തിന്റെ ആദ്യ കൽപ്പന തെറ്റിക്കുന്നവരാണ് ഇന്നത്തെ മുഴുവൻ ഇടയന്മാരും എന്നുള്ള കാര്യം മറന്നു പോകരുത് പ്രിയ സഹോദരങ്ങളെ. ഇനി നമ്മൾ 10 കൽപ്പനകളിലേക്ക് വരുമ്പോൾ അടുത്ത കൽപ്പന തെറ്റ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടുത്തത് കൽപ്പന അവർ തെറ്റിച്ചിരിക്കുന്നു. അല്ലേ, നമ്മള് 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അടുത്ത കൽപ്പന ലംഘനം അവിടെ കാണുന്നു. അല്ലെ, 20-ന്റെ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. അപ്പോ ഏകദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ എത്ര ദൈവത്തെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? നിക്കിയായുടെ മറവിൽ 3 ദൈവങ്ങളെ ആരാധിക്കുന്നു. അതാണ്
ആദ്യ തെറ്റ് മുഖ്യ കൽപ്പന അവിടെ കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. അവിടെ മുഖ്യ കൽപ്പന അത് അനുസരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇനി രണ്ടാമത് പറയുന്ന ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. അന്യരുത്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. വളരെ തെറ്റായ വിഗ്രഹങ്ങൾ എല്ലാവരും ഉണ്ടാക്കും. ദൈവത്തിന്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കും. അത് പാരമ്പര്യമായിട്ട് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നുള്ളതാണ് അവരുടെ ന്യായം എന്ന് പറയുന്നത്. ദൈവം പണ്ട് കെരൂബ് ഉണ്ടാക്കാൻ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാം, കാരണം ഞങ്ങളുടെ പാരമ്പര്യ പിതാക്കന്മാർ ഞങ്ങളെ പറഞ്ഞു കാണിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ആയിരിക്കുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച്. കാരണം ഈ പറയുന്ന വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് എന്ന് അല്ലേ അവിടെ എഴുതിയിരിക്കുകയാണ്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും യാതൊന്നിന്റെ പ്രതിമ അരുത്. അല്ലെ, ഇതേ അവസ്ഥ തന്നെയാണ് നമ്മള് പുതിയ നിയമത്തില് നമ്മള് പൗലോസ് അപ്പോസ്തലനെ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ അവിടെ അപ്പോസ്തലനായ പൗലോസ് അതിനെ വേണ്ട വിധം അതിനെ വിലക്കുന്ന കാണാം. ഇന്നത്തെ ഇടയൻ, ഏതെങ്കിലും ഒരു ഇടയൻ വിലക്കുന്നത് നമ്മൾ ഇതുവരെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധയെ ചെലുത്തുമ്പോ നമുക്ക് കാണാം അവിടെ 17-ാം അധ്യായത്തില് നമ്മള് 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ എഴുതിയിരിക്കുകയാണ്, പൗലോസ് അരയോപക മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, ഏതൻസ് അല്ലെങ്കിൽ അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാരെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ചുറ്റി നടന്ന നിങ്ങളുടെ പൂജാസ്ഥാനങ്ങൾ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു ബലിപീഠം കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നതിനെ കുറിച്ച് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. 24-ാമത്തെ വാക്യം, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ആലയങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റ് സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലത് ആവശ്യമുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളിൽ നിന്ന് ഒന്നും ആവശ്യപ്പെടുന്നില്ല. അപ്പോ വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന അർത്ഥത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ വാൺ ചെയ്യുന്നത്. അതുപോലും ഇന്നത്തെ ഇടയന്മാർക്ക് അറിയുകയില്ല. പിന്നെ എങ്ങനെ ഈ ഇടയന്മാർക്ക് ആടുകളുടെ മുറിവ് ഉണക്കുവാനും ചികിത്സിക്കുവാനും കഴിയും? അല്ലേ? കാരണം കൽപ്പന തെറ്റിക്കുന്നവനൊന്നും ദൈവത്തിൽ നിന്നുള്ളവനല്ല. അതാദ്യം മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. കത്തോലിക്ക മുതൽ ബെന്തിക്കോസ് വരെയുള്ള ഇടയന്മാർ മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം, അവർക്ക് നന്ന് എന്നുള്ള കാര്യം ഞാനിവിടെ ഓർപ്പിക്കട്ടെ. എന്താണ് പൗലോസ് അരയോപക മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്? നിങ്ങൾ അതിഭക്തന്മാരാണെന്ന് ഞാൻ കാണുന്നു, പക്ഷേ അവൻ കൈപ്പണിയായ ആലയങ്ങളിൽ വാസം ചെയ്യുന്നില്ല. അല്ലേ? കൈപ്പണിയായ ആലയങ്ങളിൽ വാസം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് വിഗ്രഹം ഉണ്ടാക്കരുത്. അവൻ ജീവനുള്ള ദൈവമാണ്. അവൻ ഒരിക്കലും ഒരു പ്രതിമയോ അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഡമ്മികളോ അല്ല. അവൻ ജീവനുള്ള ദൈവമാണ് എന്നുള്ള കാര്യമാണ് അവിടെ എഴുതിയിരിക്കുകയാണ്. ഭൂതലത്തിൽ എങ്ങും അധിവസിക്കുവാൻ അവൻ ഒരുവനിൽ നിന്നും മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവർക്ക് വാസസ്ഥലങ്ങളും വിഭിന്ന കാലങ്ങളും നിശ്ചയിച്ചു. 27-ാമത്തെ വാക്യത്തിൽ, ഇതവർ ദൈവത്തെ അന്വേഷിക്കേണ്ടതിനും അനുഭവത്തിലൂടെ അവനെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിൽ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല, അവൻ അടുത്തു വരുന്ന ദൈവമാണ് എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. എന്നിട്ടും എന്ത് ചെയ്യുന്നു ഇടയന്മാർ? ആ രണ്ടാമത്തെ കൽപ്പനയും ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് പല സഭകളിലും പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയും എന്താണ്, ഇതെല്ലാം നരകത്തിലേക്ക് പോകാനുള്ള വാതിലുകൾ മാത്രമാണ് പ്രിയ സഹോദരങ്ങളെ. നിത്യതയെക്കുറിച്ചോ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനെ കുറിച്ചോ ഒന്നും അവർ പഠിപ്പിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നത്. അല്ലെ? ഇനി അടുത്ത വരുന്നത് സ്നാനമാണ്. അല്ലെ? സ്നാനത്തിന്റെ കാര്യത്തിൽ പല പല തർക്കങ്ങളാണ്. കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തണം, മുതിർന്നവരെ സ്നാനപ്പെടുത്തണം, അങ്ങനെ പല രീതിയിലുള്ള സ്നാനങ്ങളാണ് ഇന്ന് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ തരുണത്തിൽ
ഞാൻ പറഞ്ഞുകൊള്ളട്ടെ സ്നാനത്തിന്റെ കാര്യം. ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ വിശദീകരിക്കുന്നതാണ്. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണം. രോഗികളായിട്ട് ഭാരപ്പെടുന്ന എല്ലാവർക്കും പൂർണ്ണമായ സൗഖ്യം വിടുതലും നൽകണം. അതുപോലെ തന്നെ അഡ്മിന്മാരായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടിയ സ്വതന്ത്രം മാനവും മഹത്വപ്പിച്ചനകം എല്ലാം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള തിരുനാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.